23 രൂപ കൊടുക്കാം. 23,000 രൂപ. ജനുവരി ഓഫറാണ്. ന്യൂ ഇയർ ഓഫറാണ്. ഇനി ഇങ്ങോട്ട് സ്കൂട്ടറുകളല്ലേ, സ്കൂട്ടർ ശാഖരയുണ്ട്. അതിന്റെ ഇടയ്ക്ക് മൈലേജ് വണ്ടികൾ വരുന്നുണ്ട്. സ്കൂട്ടേഴ്സിന്റെ കളക്ഷൻസ് പറയുകയാണെങ്കിൽ ഐ തിങ്ക് എല്ലാവിധ ബ്രാൻഡ്സും ഉണ്ടല്ലോ നമ്മുടെ. എല്ലാ ബ്രാൻഡ്സും ഉണ്ടല്ലോ. ഒരു ഓഫറിൽ നമുക്കൊരു 35,000 രൂപ കൊടുക്കും. അത്യാവശ്യം സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഓടാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഡെലിവറിക്കും പോർട്ടർ അതിനൊക്കെ അത്യാവശ്യം മൈലേജ് പരമായിട്ട് നോക്കുമ്പോൾ മെയിൻ്റെനൻസ് പരമായിട്ട് നോക്കുമ്പോൾ എൻഡോർക്ക് ഏകദേശം നമ്മുടെ ഇവിടെ ഇരിക്കുന്നതും പുറത്തും കൂടി ആയിട്ട് നമുക്ക് ഏകദേശം 3 ലക്ഷം രൂപ മാർക്കറ്റ് വരുന്ന വണ്ടിയാണ്. 2.5 രൂപ നമുക്ക് കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി 19 വണ്ടി 250 ഇരിപ്പുണ്ട്. 2022 വണ്ടി. എക്സ്ചേഞ്ച് ബോണസ് പുതിയ വണ്ടിക്ക് എടുക്കുന്ന പോലെ പഴയ വണ്ടിക്ക് നല്ല റേറ്റിൽ നമ്മൾ എടുക്കുന്നതാണ്. അതായത് നമുക്ക് 3 വേക്കൻസി ഉണ്ട്. സെയിൽസിലേക്ക് 2 വേക്കൻസി ഉണ്ട്. ഒരു ലേഡി, ഒരു മെയിലും ഒരു ഫീമെയിലും, പിന്നെ അതേപോലെ തന്നെ അക്കൗണ്ട്സിലേക്ക് ഒരു ഫീമെയിൽ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അജാസ്. അപ്പോൾ ഒരു യൂസ്ഡ് ബൈക്ക് ഷോറൂമിന്റെ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. വേറെ എവിടെയല്ല, എറണാകുളം ജില്ലയിലെ തൃക്കാക്കര അമ്പലത്തിന്റെ തൊട്ടടുത്തുള്ള D7 മോട്ടോ ഹബ് അല്ലേ എന്ന യൂസ്ഡ് ബൈക്ക് ഷോറൂമിലുള്ളത്. പ്രീമിയം ഉണ്ട്, മിഡ് പ്രീമിയം ഉണ്ട്, മൈലേജ് കാറ്റഗറി ഉണ്ട്, എല്ലാ കാറ്റഗറി ഉണ്ട്. അപ്പൊ എന്റെ ഒപ്പം ഉള്ളതും അജാസ് ആണ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പരിചയപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ആളൊരു എവിടെയായിരുന്നു ഉംറക്കൊക്കെ പോയതുകൊണ്ട് നമുക്ക് ഡിസംബറിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അല്ല, ഡിസംബർ അല്ല, ക്രിസ്മസിന് മുന്നേ നവംബറിൽ പറ്റിയില്ല. അപ്പൊ നമുക്ക് ഇപ്രാവശ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം 2026 സംബന്ധിച്ചുള്ള നമ്മുടെ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളും വണ്ടിയുടെ വിലകളിലുള്ള വ്യത്യാസങ്ങളും അപ്ഡേഷൻസ് കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അതായത് 2026 സ്റ്റോക്ക് അപ്ഡേറ്റ്, സ്റ്റോക്കും വലിയ രീതിക്ക് കളക്ഷൻസ് മാറി കയറിയിട്ടുണ്ട്. പഴയ സ്റ്റോക്സ് ഓൾമോസ്റ്റ് 90% മാറി ഇപ്പൊ പുതിയത് കയറിയിട്ടുണ്ട്. പുതിയ സ്റ്റോക്സ് ആണ് കംപ്ലീറ്റ് വന്നേക്കുന്നത്. അതിനനുസരിച്ചുള്ള നമുക്കൊരു അപ്ഡേറ്റ് നമുക്ക് കൊടുക്കാം. അതായത് 2026 ബെസ്റ്റ് റേറ്റിൽ നമ്മൾ വണ്ടികൾ കൊടുക്കുന്നതായിരിക്കും. അതെ, തീർച്ചയായിട്ടും. 2025 ബെസ്റ്റ് റേറ്റിൽ തന്നെ കൊടുത്തത്. അതിലും നമ്മൾ മാക്സിമം നമ്മുടെ കൂറ് നിലനിർത്തിയിട്ടുണ്ട്. എല്ലാരും പറയുന്ന പോലെ നമ്മൾ കൂട്ടിക്കൊടുത്ത് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് കൊടുക്കലില്ല. നമ്മൾ മാക്സിമം നമ്മുടെ ബെസ്റ്റ് റേറ്റ് കൊടുക്കും. പിന്നെ അത്രയ്ക്ക് ജെന്യൂൻ ആണ് നമുക്ക് സംസാരിച്ച് ഓക്കെ ആണെന്ന് കസ്റ്റമേഴ്സിന് അതിൽ നിന്നും നമ്മൾ മാക്സിമം നമ്മളൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടാണ് നമുക്ക്. അപ്പൊ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. നമുക്ക് ഇഷ്ടംപോലെ വണ്ടികൾ അകത്തിരിക്കുന്നുണ്ട്. നമുക്ക് പുറത്തുനിന്ന് തുടങ്ങാം. ഇതൊരു 220 ആണ്. ഏതാ മോഡല്? 220 2018 വണ്ടി. 2018 മോഡല്. സിംഗിൾ ഓണർ. 56,000 കിലോമീറ്റർ ഓടിയ വണ്ടി. എന്ത് വില വരും? അത്യാവശ്യം നല്ല കണ്ടീഷനിൽ നിൽക്കുന്ന വണ്ടി. നമുക്ക് ഏകദേശം ഒരു 50 രൂപ കൊടുക്കാം. 50 രൂപ ഓഫറാണോ? അതെ, 50,000 രൂപ. 50,000 ഫിനാൻസ് കിട്ടും. ഒരു 10 രൂപ നമുക്ക് ഫിനാൻസ് കിട്ടും. ഒരു 10 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കാം. അടുത്ത ഡെസ്റ്റിനി 125 2023 വണ്ടി. കിടക്കുള്ളൂ. ഞാനതേ കിടന്ന് വിറക്കണേന്ന് വിചാരിക്കുന്നത്. 2023 വണ്ടി 18,000 കിലോമീറ്റർ. നമുക്ക് 68 രൂപ ഫൈനൽ. 68 രൂപ 2023 ഹൈബ്രിഡ്. അടുത്തത് മാസ്ട്രോ 2017 വണ്ടി. നമുക്ക് ഒരു 23 രൂപ കൊടുക്കാം. 23,000 രൂപ. 17 വണ്ടി. 23,000. നല്ല കണ്ടീഷൻ. അത്യാവശ്യം നല്ല കണ്ടീഷൻ വണ്ടി. സിംഗിൾ ആണോ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. നല്ല വണ്ടിയാണ്. അതെ, ഇത് ഇപ്പൊ 79 ഓടിട്ട് കറക്റ്റ് ആയിരിക്കും. ജെനുവിൻ. പ്ലഷർ ഏതാ മോഡൽ? പ്ലഷർ 2016 സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ. നമുക്കൊരു 33 രൂപ കൊടുക്കാം. 33 രൂപ. നല്ല വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. ഇതാണെങ്കിലോ RS വരുമ്പോഴത്തേക്ക് നമുക്ക് 2022 വണ്ടി. 2022 വണ്ടി നമുക്കൊരു 130 കൊടുക്കാം. 130 പറയുമ്പോ ഒരു 40 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കി കൊടുക്കാം. എക്സ്പൾസ് ഏതാ മോഡൽ? അത് എക്സ്പൾസ് 2021 2V. എന്ത് വില വരും? നമുക്കൊരു 98 രൂപ കൊടുക്കാം. 98 രൂപയ്ക്ക് നല്ല എക്സ്പ്രസ് ഇരിക്കുന്നുണ്ട്. കണ്ടീഷൻ ഒന്നും കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല, അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി. ടയർ കുറച്ച് കുറവുണ്ടെന്നുള്ള ഫ്രണ്ട് ടയർ കുറവുണ്ട്. നമുക്ക് പുതിയ കൊടുക്കാം. പുതിയ ടയർ ഇട്ട് നമുക്ക് കൊടുക്കാം. ടയർ ഇട്ട് നമ്മൾ 98 രൂപ കൊടുക്കും. 98 രൂപ കൊടുക്കും. ഇതാണെങ്കിലാ V4 2022 വണ്ടി. 22 V4 നമുക്കൊരു 140 കൊടുക്കാം. 140 22 അല്ലേ? 22. 140 എന്ന് പറയുമ്പോ ഇതും ലേശം കൂടുതലാണ്. പക്ഷേ അത് കൂടുതലാവാൻ കാരണം എക്സ്ചേഞ്ച് വന്നാണ്. നമുക്ക് ഒരു EV ആയിട്ട് എക്സ്ചേഞ്ച് വന്നാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടി ആയതുകൊണ്ട് അത്യാവശ്യം ക്വാളിറ്റി എടുക്കേണ്ടി വന്നു. നമുക്ക് ഏകദേശം ഒരു 20,000 കിലോമീറ്റർ പോയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടി നല്ല ക്വാളിറ്റി ആവുമ്പോൾ നമുക്ക് കസ്റ്റമർ വരുന്നൊരു വില ഉണ്ടാവും. ആ വിലയെന്നുള്ള ചെറിയ ലാഭം എടുത്തിട്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ലാഭം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നഷ്ടമാണ്. നഷ്ടമില്ലെങ്കിലും ലാഭമില്ല. അതിന്റെ ഇടക്കാണ്. അപ്പൊ അകത്തേക്ക് വരുമ്പോൾ ഇഷ്ടംപോലെ ബൈക്കുകളും സ്കൂട്ടേഴ്സും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന വണ്ടി തുടങ്ങാം. 2017-18 വണ്ടി. ഏകദേശം 38,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. 38,000 നമുക്കൊരു 40 രൂപ കൊടുക്കാം. 40 രൂപ ഫിനാൻസ് കിട്ടും. 10 രൂപ ഫിനാൻസ് കിട്ടും. നമുക്ക് 2010 എത്ര തൊട്ട് കിട്ടും? 18 ഇപ്പൊ നിലവിൽ 18 ഇയർ മാറണല്ലേ. 18 പ്രൂഫായിട്ട് വേണ്ടത് എല്ലായിടത്തും പറഞ്ഞ പോലെ ആധാർ കാർഡ്, പാൻ കാർഡ് മതിയില്ല? വേറെ എന്തെങ്കിലും മതി.
എടുക്കാം. സിബിൽ സ്കോർ ഒക്കെ അങ്ങനെ ഇല്ലെങ്കിൽ കിട്ടോ? സിബിൽ സ്കോർ നമുക്ക് ഫ്രഷേഴ്സിന്, അതായത് ആദ്യമായിട്ട് എടുക്കുന്നവർക്ക് നമുക്ക് മൈനസിൽ നമുക്ക് ഏകദേശം ഒരു 95% പാസ്സായി എടുക്കാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഈ പറഞ്ഞ ലോൺ പൊട്ടിയ കേസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞ ബുദ്ധിമുട്ടാണ്, എന്നാലും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് നിലവിൽ സാഹചര്യം. 1-2 അടവാക്കം തുടങ്ങിയവർക്ക് കിട്ടും. അത് എന്തെങ്കിലൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇപ്പൊ നിലവിൽ. ഗ്യാരണ്ടറിനെ വെച്ചിട്ട് നമുക്ക് ചെയ്ത് പോപ്പ് ചെയ്തെടുക്കാം. മാക്സിമം നിങ്ങൾക്ക് ഫിനാൻസ് തരാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്, നിങ്ങളും അതിനു വേണ്ടി ഒന്ന് ശ്രമിക്കണം. അതായത് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്കോർ ഒക്കെ സെറ്റ് ആക്കണം. അടുത്തത് ഓഫർ പ്രൈസ് അല്ലേ? നമുക്കൊരു ഓഫർ പ്രൈസ് തണ്ടർബേർഡ് 2017 സിംഗിൾ ഓണർ 58,000 കിലോമീറ്റർ. നമുക്ക് KLC റോസകളിൽ തന്നെ വണ്ടി ഒരു 50 രൂപ കൊടുത്തേക്കാം. എറണാകുളം വണ്ടി 50,000 രൂപ. 2 ടയറും അത്യാവശ്യം ഉണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. ഫിനാൻസ് 2017 ആണ്, ഇത്തിരി ബുദ്ധിമുട്ടാണ്, എന്നാലും ട്രൈ ചെയ്യാം. 50,000 റെഡി ക്യാഷ് എടുക്കാൻ റെഡി ക്യാഷ് എടുക്കാൻ എമൗണ്ടേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ നമുക്ക് നോക്കാം. ഇത് ഈ ഒരു മാസം ഓഫറാണ്. ഈ മാസം ഓഫർ ഈ ഒരു മാസം ഓഫറാണ്. ഈ മാസം 2 ദിവസം കൂടെ ഉള്ളൂ. ജനുവരി ഓഫറാണ്. ന്യൂ ഇയർ ഓഫറാണ്. അടുത്തത് ഹൈനസ് 2021 വണ്ടി. കംപ്ലീറ്റ്ലി ഷോറൂം സർവീസ് ഹിസ്റ്ററിയും വാറന്റി ഒക്കെ ഉള്ള വണ്ടിയാണ്. വാറന്റി ഉണ്ട്. നമുക്കൊരു 168 ഫൈനൽ ചെയ്ത് കൊടുക്കും. 168 നല്ല ക്വാളിറ്റി വണ്ടി. 21,000 കിലോമീറ്റർ വാറന്റി ഉണ്ട്. ഷോറൂം സർവീസ് ഹിസ്റ്ററി ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇതെല്ലാം ഉള്ളതുകൊണ്ടാണ് വില പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ വില കുറച്ച് എവിടെയെങ്കിലും കിട്ടിയെന്ന് വരാം, പക്ഷേ നിങ്ങൾ കിലോമീറ്ററും ഓണർഷിപ്പും വാറന്റിയും എല്ലാം നോക്കിയിട്ട് ചിലപ്പോൾ ഈ സെയിം മോഡൽ വണ്ടി 2-3 ഓണർഷിപ്പ് ഉള്ള വണ്ടി ചിലപ്പോൾ കുറച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. കമന്റ് ഇടുന്നവർക്ക് കമന്റ് ഇടാം, ഞാൻ പറഞ്ഞെന്നുള്ളൂ. അടുത്തത് 2017 ക്ലാസിക് സിംഗിൾ ഓണർഷിപ്പ്, ഏകദേശം കിലോമീറ്റർ വന്നത് 53,000 കിലോമീറ്റർ. നമുക്കൊരു 1 ലക്ഷം രൂപ കൊടുക്കാം. 1 ലക്ഷം രൂപ ക്ലാസിക് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഫിനാൻസ് കിട്ടും. അറേഞ്ച് ചെയ്യാം. 2017 500 സെറ്റ് സ്റ്റോം 17,500. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഏകദേശം കിലോമീറ്റർ വരുമ്പോഴത്തേക്കും 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓഫർ പ്രൈസ് കൊടുക്കാം. നമുക്കൊരു 90 രൂപ കൊടുക്കാം. 90,000 പുതിയ ടയർ ഇട്ട് കൊടുക്കാം. ഫ്രണ്ട് ടയർ മൊട്ടയാണ് കിടക്കുന്നത്, പക്ഷേ പുത്തൻ ടയർ ഇട്ടിട്ട് 90 രൂപ ചെയ്ത് കൊടുക്കാം. ടയർ ഇട്ട് കൊടുക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും. അടുത്ത ഡോമിനോർ 250 2021 വണ്ടി. ഫ്രണ്ടും ബാക്കും പുത്തൻ ടയർ ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഏകദേശം 30,000 കിലോമീറ്റർ. നമുക്കൊരു 1,35 കൊടുക്കാം. 35 രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കിട്ടുന്നതാണ്. അടുത്തത് 2 NS ഇരിക്കുന്നുണ്ട് അല്ലേ? 2 അല്ല, NS അത്യാവശ്യം ഉണ്ട്. ഒരു 3-4-5 പീസ് ഇപ്പൊ ഞാൻ കണ്ടത് 2 പറഞ്ഞത്. അതിന്റെ ഗ്യാപ്പിൽ ജിക്സർ കൊണ്ട് മനസ്സിലായില്ല. അപ്പൊ ഇതേതാ റെഡ്? 2018 വണ്ടിയാണ്. നമുക്കൊരു 60 രൂപ കൊടുക്കാം. 60,000 രൂപ. അത് 18,000 രൂപ. നാളെ കിട്ടുള്ളൂ. കുഴപ്പമില്ല. 2024 NS നമുക്കൊരു 1,45 കൊടുക്കാം. സിംഗിൾ ഓണർ 16,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ 16,000 ഫ്യൂൽ എഫിഷ്യൻസി ഉള്ള വണ്ടി. സെറ്റപ്പ് സാധനമാണ്. സെറ്റപ്പാണ്. വേറെ കുഴപ്പമില്ല. അപ്പൊ ആ ഒരു 2020 സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. അതാ പറയാൻ 2024 സ്ക്രാച്ച് നോക്കേണ്ടതില്ല എന്ന് പറഞ്ഞാണ്. ജിക്സർ 2016 വണ്ടി നമുക്കൊരു 30 രൂപ കൊടുക്കാം. 30 രൂപ. 2016 മോഡല് റെഡി ക്യാഷ് എടുക്കേണ്ടി വരും. റെഡി ക്യാഷ് എടുക്കേണ്ടി 30 രൂപ വണ്ടിക്ക്. 30 രൂപ ഉള്ളൂ. അടുത്ത ജിക്സർ പുതിയത് 2024 വണ്ടി 1 ലക്ഷം രൂപ. 24 വണ്ടി 2024 1 ലക്ഷം രൂപ. ഫിനാൻസ് കിട്ടും. 14 കിലോമീറ്റർ ഓടുള്ളൂ. 14,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഒരു 10-15 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ ബ്യൂട്ടിഫുൾ വണ്ടി കിട്ടുമല്ലേ? ഇറക്കാം. അടുത്തതായി 220. അടുത്ത സുന്ദരി നമുക്ക് 220 2023 വണ്ടി. നമുക്കൊരു 1,18 ഫയൽ ചെയ്തു. 1,18 2023 സിംഗിൾ ആണോ? സിംഗിൾ ഓണർ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ലോ കിലോമീറ്റർ. അടുത്തതായി പറഞ്ഞ NS 2018 വണ്ടി നമുക്കൊരു 75 രൂപ കൊടുക്കുക. 75. ഈ ആലോചിക്കുന്നത് വേറെ ഒന്നും അല്ല. NSഉം ഒരുപാടുണ്ട്. നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഉമ്രക്ക് പോയത് കൊണ്ട് തന്നെ ഞാൻ പോയതിന് ശേഷം വന്നേറെ സ്റ്റോക്കുകളാണ് അതൊക്കെ. അപ്പൊ അതിന്റെ റേറ്റിലും എനിക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ വിളിച്ചപ്പോഴും പറയാറ് റേറ്റ് എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം നമ്മൾ പറയുമ്പോ ഒരിക്കലും കൂടിയും പോരുത്. അതാണ്. കുറഞ്ഞു പോയാലും കൂടരുത്. നമുക്ക് പറയാൻ വില കൂടുതലാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അടുത്തത് RTR 200. RTR 2019 വണ്ടി നമുക്കൊരു 65 രൂപ കൊടുക്കുക. 65 പറഞ്ഞ വിലയൊക്കെ ഫൈനലാണോ? ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. എല്ലാ വണ്ടിക്കും ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. അത് കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ കണ്ടിട്ടാണ് പ്രത്യേകം പറയണം കേട്ടോ. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ അജാസ് എന്നുള്ള പേര് പറയാം. 2 പേര് അജാസ് ആയതുകൊണ്ട് മനസ്സിലായിക്കോളൂ അല്ലേ? അടുത്തത് 2023 125 38,000 കിലോമീറ്റർ നമുക്കൊരു 63 രൂപ ഫൈനൽ ചെയ്തു. വെറും 63,000 രൂപ 125 പൾസർ ഇരിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. സംഭവം അത് ബൈക്കിന്റെ ആക്സസറീസ് ആണ്. ഇല്ല, നമ്മളില്ല, ഒരു കമ്പനി നമുക്ക് ഇപ്പൊ ജസ്റ്റ് ഒന്ന് വെച്ച് തന്നതാണ്. അവരുടെ സെയിൽസ് ആണ്. നമ്മൾ ബ്രാൻഡ് വരുന്നത്. അതെ അതെ.
എന്തൊക്കെ സംഭവങ്ങളുണ്ട്? സ്കൾ ഹെഡ് ക്യാപ്പ്, ഹാൻഡ് ഗ്ലൗസ്, ട്രിപ്പിനോമ കെട്ടാനുള്ള വള്ളി, ക്ലോത്ത്, പിന്നെ ചെയിൻ ലൂബ് കാര്യങ്ങളൊക്കെ അകത്തിരിപ്പുണ്ട്. ഇപ്പൊ ഇവിടുന്ന് വണ്ടി എടുക്കുമ്പോ ഈ വക ആക്സസറീസും കൂടി നമുക്ക് ആക്സസ് കൊടുക്കാം. ആക്സസ് ഉണ്ടല്ലോ. 2012 വണ്ടിയാണ്. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. എഞ്ചിൻ സൈഡ് ഒക്കെ പക്ക, ഒരു വർക്കും പെൻഡിങ് ഇല്ല. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. എടുക്കുക, ഓടിക്കാം. ഒരു സീറ്റ് കവർ അടിച്ചിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലായി. അത് നമുക്ക് വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം. അത് അടിച്ചു കൊടുക്കും. 15 രൂപ കൊടുക്കുക. 15 രൂപ 15,000 രൂപക്ക് വണ്ടി കിട്ടും. 64,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. അതെ. പിന്നെ ഒരു പഴക്കത്തിന്റെ ചെറുതായിട്ടുള്ള അതിന്റെ പെയിന്റ് ഫീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നല്ലൊരു വണ്ടിയാണ്. എഞ്ചിൻ പരമായ എഞ്ചിൻ സൈഡ് എല്ലാം പക്ക. നമ്മ NS പറഞ്ഞ ഈ NS നമ്മൾ പറഞ്ഞിട്ടില്ല. 2017 വണ്ടി. 17 വണ്ടി. നമുക്കൊരു 65 രൂപ കൊടുക്കാം. 65 രൂപ കൊടുക്കാം. 17, 65. ഇനി ഇങ്ങോട്ട് സ്കൂട്ടറുകളല്ലേ? സ്കൂട്ടർ ശാഖരയുണ്ട്. അതിന്റെ ഇടയ്ക്ക് മൈലേജ് വണ്ടികൾ വരുന്നുണ്ട്. സ്കൂട്ടേഴ്സിന്റെ കളക്ഷൻസ് പറയുകയാണെങ്കിൽ ഐ തിങ്ക് എല്ലാവിധ ബ്രാൻഡ്സും ഉണ്ടല്ലോ നമ്മുടെ. എല്ലാ ബ്രാൻഡ്സും ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് തുടങ്ങാം. റേസ് 2021 വണ്ടി. 21 മോഡൽ. 65 രൂപ നമുക്ക് ചെയ്ത് കൊടുക്കാം. 65 രൂപ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഫിനാൻസ് അവൈലബിൾ ആണ്. ഒരു 10 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ല ആക്സസ് ഇരിക്കുന്നുണ്ടല്ലോ. 2022 സിംഗിൾ ഓണർഷിപ്പ്, 14,000 കിലോമീറ്ററിൽ ബ്ലൂടൂത്ത് എഡിഷൻ. അതായത് ഏറ്റവും ടോപ്പ് എൻഡ് മോഡല്. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ്. നമുക്ക് ഒരു 80 രൂപ ചെയ്ത് കൊടുക്കാം. 80,000 രൂപ. പുതിയതിന് എത്രയുണ്ട്? 1,30, റേറ്റ് വരുന്നുണ്ട്. അടുത്ത റേസ് മഞ്ഞ കളർ. 2022 വണ്ടി നമുക്ക് 70 രൂപ കൊടുക്കാം. 70,000 രൂപ ഈ വണ്ടി കിട്ടുന്നതാണ്. അടുത്ത് വീണ്ടും റേസ് 24 വണ്ടിയാണ്. 2024 വണ്ടി നമുക്കൊരു 85 രൂപ കൊടുക്കാം ഫൈനൽ. ഈ സ്കൂട്ടറൊക്കെ ഏകദേശം ഒരു 15-20 താഴെ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ സ്കൂട്ടേഴ്സ് എല്ലാം ഇറക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വണ്ടിക്കും ഡൗൺ പേയ്മെന്റ് എടുത്ത് പറയുന്നില്ല. അടുത്ത 2019 വണ്ടിയാണ്. ഒരു ഓഫറിൽ നമുക്കൊരു 35,000 രൂപ കൊടുക്കും. 2019 മോഡല് ഒരു ഓഫർ റേറ്റില് സിംഗിൾ ഓണർ വണ്ടി 35,000 രൂപ നമുക്ക്. വീണ്ടും ഓഫർ വണ്ടി അല്ലേ? ഓഫർ വണ്ടി. ഇന്ന് മൊത്തം ഓഫറാണോ? അതെ. സസ്പെൻസ് ആണ്. എനിക്ക് പോലും അറിയില്ല എന്തൊക്കെ ഓഫറാണെന്ന്. അടുത്ത ഡിയോ 2015 വണ്ടി സിംഗിൾ ഓണർഷിപ്പ് KL0 ആണ്. നല്ല വണ്ടിയാണ്. 64,000 കിലോമീറ്റർ ഓടിയ വണ്ടി 35,000 രൂപ. 35,000 രൂപ. ബാക്കും പുതിയ ബാറ്ററി ഉണ്ട്. അത്യാവശ്യം ഹൈ ക്വാളിറ്റി വണ്ടി. 35,000. ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവില്ലേ? എന്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ ആക്സസ് ആണെങ്കിലോ? 2015 ആക്സസ് നമുക്കൊരു 28 രൂപ കൊടുത്തേക്കാം. 28 രൂപ കുറഞ്ഞ വണ്ടിയാണ്. അത് കുറഞ്ഞ. അടുത്ത് ജൂപ്പിറ്റർ 2022 വണ്ടി നമുക്കൊരു 65 രൂപ കൊടുക്കാം. ഇത് മൊത്തം ജൂപ്പിറ്റർ ആണല്ലോ? ജൂപ്പിറ്റർ 1, 2, 3, 4, 5, 6 ജൂപ്പിറ്റർ ഇരിക്കണ്ടല്ലേ? ഏതൊക്കെ മോഡൽ ഉണ്ട്? 2019 തൊട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽ പറഞ്ഞു. 110 ഉണ്ട്, 110 ക്ലാസിക് ഉണ്ട്, 125 ഉണ്ട്, പിന്നെ 110 തന്നെ സ്പെഷ്യൽ എഡിഷൻ ഇരിപ്പുണ്ട്. അപ്പൊ ഈ ജൂപ്പിറ്റർ ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. നമ്മുടെ പീസ് പുറത്തിരിപ്പുണ്ട്. വില പറഞ്ഞായിരുന്നോ? 2022 വണ്ടി നമുക്ക് 65 രൂപ കൊടുക്കും. 65 രൂപ. ഇതാണെങ്കിലാ 2023 വണ്ടി 75 രൂപ കൊടുക്കും. 75 രൂപ. അടുത്തത് 2019 വണ്ടി 50 രൂപ കൊടുക്കാം. 50 ക്ലാസിക് കണ്ട നല്ല വണ്ടിയാണ്, നീറ്റ് വണ്ടിയാണ്. പിന്നെ 2023 125 2 പീസ് ഇരിപ്പുണ്ട്. നമുക്കൊരു 78 രൂപ ഫൈനൽ ചെയ്തു. 78 ഞാൻ പറഞ്ഞ പോലെ 15-20 റേഞ്ചിലൊക്കെ 10-15 റേഞ്ചിലൊക്കെ ഇറക്കാൻ പറ്റുന്ന വണ്ടികളാണ്. ഏതൊക്കെ ലോ കിലോമീറ്റർ അല്ലേ? ലോ കിലോമീറ്റർ ആണ്. അടുത്ത ഈ ജൂപ്പിറ്റർ സ്പെഷ്യൽ 2023 ലാസ്റ്റ് 25 രജിസ്ട്രേഷൻ സ്പെഷ്യൽ എഡിഷൻ വന്ന വണ്ടി 5 മില്യൺ ജൂപ്പിറ്ററിന്റെ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഇറങ്ങി. അത് നിസ്സാര വണ്ടി ഇറങ്ങിയിട്ടുള്ളൂ. ലിമിറ്റഡ് എഡിഷൻ ആണ്. നമുക്ക് ഒരു 80 രൂപ ഫൈനൽ ചെയ്ത് കൊടുക്കാം. 80,000 രൂപ ലിമിറ്റഡ് എഡിഷൻ വണ്ടി കിട്ടുന്നതാണ്. അടുത്തത് ഗ്രാസിയ 2017-18 രജിസ്ട്രേഷൻ വണ്ടി നമുക്കൊരു 40 രൂപ ചെയ്ത് കൊടുക്കാം. 40,000 രൂപ കൊടുക്കാം. അടുത്തത് എവിടെ നിന്ന് തുടങ്ങണം? മൈലേജ് വണ്ടികളുണ്ട്. മൈലേജ് വണ്ടി കഴിഞ്ഞിട്ട് നമുക്ക് അടുക്കിലേക്ക് വരാം അല്ലേ? അതെ. ഈ മൈലേജ് വണ്ടിയിലേക്ക് വരുമ്പോൾ HF ഡീലക്സ് ഇരിക്കുന്നുണ്ട്. 2018 വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ഏകദേശം 22,000 കിലോമീറ്റർ. നമുക്കൊരു 35 രൂപ കൊടുക്കാം. 35 രൂപ. അടുത്തത് CT. അത്യാവശ്യം സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഓടാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഡെലിവറിക്കും പോർട്ടർ അതിനൊക്കെ അത്യാവശ്യം മൈലേജ് പരമായിട്ട് നോക്കുമ്പോൾ മെയിൻ്റെനൻസ് പരമായിട്ട് നോക്കുമ്പോൾ ലോ ബഡ്ജറ്റില് വേണ്ട 35 രൂപയല്ലേ ഉള്ളൂ. 35 രൂപ റെഡി ക്യാഷിന് ഈ പറഞ്ഞ എങ്ങനെയൊക്കെ തട്ടിമുട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു മോഡലാണ്. കാര്യങ്ങൾ നടക്കട്ടെ. കാര്യങ്ങൾ നടക്കും. CT ആണെങ്കിലാ പിന്നെ ഉള്ളത് പ്ലാറ്റിനാണ്. 3 പ്ലാറ്റിനും 2024 വണ്ടികളാണ്. അതിൽ ഒരെണ്ണം 110 ABS ആണ് നടുക്കിരിക്കുന്നത്. അപ്പുറത്ത് ഇപ്പുറത്തിരിക്കുന്നത് നോർമൽ 110 ആണ്. എല്ലാം ലോ കിലോമീറ്റർ 5,000, 7,000, 10,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 10,000 കിലോമീറ്റർ. അതെ. നമുക്ക് ഈ 2 നോർമൽ 110 70 രൂപ കൊടുക്കാം. ബ്ലൂ ആണെങ്കിൽ 75 രൂപ കൊടുക്കാം. 110 ABS ഡിസ്ക് വരുന്ന മോഡലാണ്. അടുത്തത് ഗ്ലാമർ ആണോ? അടുത്തത് പാഷൻ ആണ്. പാഷൻ പ്രോ 2 ഇരിപ്പുണ്ട്. നമുക്ക് 2022 2023 രജിസ്ട്രേഷൻ വന്ന
30,000 കിലോമീറ്റർ ഓടിയ ഇരട്ടകളെ പോലുള്ള 2 വണ്ടികളാണ്. കണ്ട തിരിച്ചറിയൂല. അതെ, നമ്പർ പ്ലേറ്റ് നോക്കിയാൽ മാത്രം തിരിച്ചറിയും. സ്ക്രാച്ച് പോലും ഒരേപോലെ 2 വണ്ടിയിലുണ്ട്. നമുക്ക് സംഭവിച്ചു ഒരേപോലത്തെ സ്ക്രാച്ച് ആക്കി വെച്ചേക്കുന്നതാണ്. കിലോമീറ്റർ ഒരേപോലെയാണ്. 22-ൽ 23 രജിസ്ട്രേഷൻ വണ്ടികളാണ് രണ്ടും. എല്ലാം ഏകദേശം എല്ലാം ഒരുപോലെ. റേറ്റും വ്യത്യാസമില്ല. 2 വണ്ടിയും 65 രൂപ. നമുക്ക് ഏകദേശം ഒരു 10 രൂപ 15 രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. അടുത്തത് CT 2022 വണ്ടി നമുക്കൊരു 58 രൂപ ഫൈനൽ ചെയ്ത് കൊടുക്കാം. 58 രൂപ പച്ച കളർ വണ്ടി. അടുത്ത ഗ്ലാമർ ഏതാ മോഡല്? ഗ്ലാമർ വരുമ്പോഴത്തേക്ക് 2016 വണ്ടി നമുക്കൊരു 32 രൂപ ഫൈനൽ ചെയ്ത് കൊടുക്കാം. 32 രൂപ ഗ്ലാമർ ഇരിക്കുന്നുണ്ട്. 2017 അവഞ്ചർ ഇരിപ്പുണ്ട്, ഒരു 35 രൂപ കൊടുത്തേക്കാം. 35 രൂപ കൊടുത്തങ്ങോട്ട് ഒഴിവാക്കുക. നമുക്ക് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് പുതിയ വർഷത്തിൽ പുതിയ വണ്ടി കിട്ടുക. അടുത്തത് 2019 ആക്ടിവ ലിമിറ്റഡ് എഡിഷൻ വന്ന വണ്ടി ഡുവൽ ടോൺ 50,000 കിലോമീറ്ററിൽ സിംഗിൾ ഓണർഷിപ്പ് വന്ന വണ്ടി നമുക്കൊരു 50 രൂപ കൊടുക്കാം. 50,000 രൂപ 10 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കി. വെറും 10 രൂപ ഡൗൺ പേയ്മെന്റ് ആ വണ്ടി ഇറക്കാം. അടുത്ത ഡിയോ ഒരു മഞ്ഞ ഒരു ഓറഞ്ച് കളർ ഡിയോ 2017 വണ്ടി നമുക്കൊരു 40 രൂപ കൊടുക്കാം. 40,000 രൂപ കൊടുക്കാം. 17 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അടുത്ത എൻടോർക്കുകൾ നിരന്നിരിക്കുകയാണ്. എൻടോർക്ക് ഏകദേശം നമ്മുടെ ഇവിടെ ഇരിക്കുന്നതും പുറത്തും കൂടി ആയിട്ട് നമുക്ക് ഏകദേശം 7 പീസ് എൻടോർക്ക് ഇരിപ്പുണ്ട്. ഇതൊക്കെ ഏതാ മോഡൽ ഇരിക്കുന്ന? എല്ലാം 23, 24 വണ്ടികളാണ്. എല്ലാ റേസും. ഫസ്റ്റ് ഇരിക്കുന്ന വണ്ടി KL 26N6075 2023 വണ്ടിയാണ്. നമുക്ക് റേറ്റ് വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു 75 രൂപക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. 75 രൂപ. 66 ഡി ആകുമ്പോഴത്തേക്കും 85 രൂപ വരും. 85 രൂപ വരും. 24 ആകുമ്പോൾ KL 24 വരുമ്പോഴത്തേക്കും 2023 വണ്ടിയാണ്. നമുക്കതൊരു 82 രൂപ ഫയൽ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ വണ്ടികൾ ഇങ്ങനെ കുത്തി ഇറച്ച് വെച്ചുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മളിങ്ങനെ നമ്പർ പ്ലേറ്റ് എടുത്ത് പറയുന്നത്. മിസ്റ്റേക്ക് വരാൻ പറ്റും. അടുത്ത KL 28 2023 വണ്ടിയാണ്. നമുക്കൊരു 80 രൂപ ചെയ്ത് കൊടുക്കാം. 80,000 രൂപ. പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. KL 30ക്ക് വരുമ്പോഴത്തേക്ക് 2023 വണ്ടി ആ സെയിം റേറ്റിൽ തന്നെ ചെയ്ത് കൊടുക്കാം. സെയിം റേറ്റ് കൊടുക്കാം. ഏകദേശം ഒരു 70-80 റേഞ്ച് ഒക്കെയാണ് വരുന്നത്. അതെ. നമുക്ക് അവസാനം പറയാം. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കറങ്ങി വരാം. അതെ. അടുത്ത മേളിലേക്ക് പോകുമ്പോ വരുമ്പോഴത്തേക്കും FC ഇരിപ്പുണ്ട്. 2022 വണ്ടി ഇരിപ്പുണ്ട്. 2022 വണ്ടി വരുമ്പോൾ സിംഗിൾ ഓണർഷിപ്പിൽ ഏകദേശം കിലോമീറ്റർ എത്രയുണ്ട്? കിലോമീറ്റർ നല്ല വണ്ടിയാണല്ലോ. നല്ല വണ്ടിയാണ്. കിലോമീറ്റർ ആണോ? 19,000 കിലോമീറ്റർ. 19,000 കിലോമീറ്റർ. വില എത്ര വരുന്ന? നമുക്കൊരു 80 രൂപ ചെയ്ത് കൊടുക്കാം. 80,000 രൂപ കൊടുക്കാൻ പറ്റുന്നതാണ്. അടുത്തത് NS 125 2021 വണ്ടി നമുക്കൊരു 65 രൂപ ചെയ്ത് കൊടുക്കാം. 65 രൂപ NS ഇരിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് 2021 ഡ്യൂക്ക് 200 ആണ്. 250 ഒറിജിനൽ കിറ്റ് കയറ്റിയാണ്. സ്റ്റിക്കർ വർക്ക് അല്ല. പറ്റിച്ച്. യെസ്. 29,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് കംപ്ലീറ്റ് ഷോറൂം ഹിസ്റ്ററി ഉള്ള വണ്ടി നമുക്കൊരു 1,30,000 കൊടുക്കാം. 1,30,000 രൂപ. അപ്പൊ ഒരു 30, 35, 40 ആ റേഞ്ച് ഒക്കെ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം. വണ്ടി ഇടുന്നതാണ്. ഇവിടെ വീണ്ടും ഒരു ഡ്യൂക്ക് ഇരിക്കുന്നുണ്ടല്ലോ. ഡ്യൂക്ക് 2023 390 സിംഗിൾ ഓണർഷിപ്പ് 28,000 കിലോമീറ്റർ. 28,000 കിലോമീറ്റർ. നമുക്കൊരു നല്ലൊരു റെയിലിൽ നമുക്കൊരു 2.5 രൂപ കൊടുത്തേക്കാം. 2 ലക്ഷം രൂപ കൊടുക്കാം. 2 ലക്ഷം രൂപ. നല്ല കണ്ടീഷൻ വണ്ടി. നല്ല കണ്ടീഷൻ വണ്ടി. 2.25 രൂപ ഇപ്പൊ ഓൾറെഡി GST കൂടിയ സെഗ്മെന്റ് ആണ് ഇതൊക്കെ. ഏകദേശം 3 ലക്ഷം രൂപ മാർക്കറ്റ് വരുന്ന വണ്ടിയാണ്. 2.5 രൂപ നമുക്ക് കൊടുക്കാം സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. V3 വരുമ്പോഴത്തേക്കും 2020 വണ്ടി. 19 വണ്ടി. 19 V3 നമുക്ക് ഒരു 1 രൂപ കൊടുക്കാം. എത്ര ഓടിയിട്ടുണ്ട്? അത് ഏകദേശം ഒരു 35,000 കിലോമീറ്റർ. 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. എത്ര വില പറഞ്ഞത്? 1 രൂപ കൊടുക്കാം. 1 രൂപ. 1 രൂപ എന്ന് പറയുമ്പോൾ ഒരു 15 ഒക്കെ ഡൗൺ പേയ്മെന്റ് നമുക്ക് 15-20 ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ വേണ്ടി പറ്റും. നല്ല വണ്ടിയാണ്. അപ്പുറത്ത് ഒരു 250 ഇരിപ്പുണ്ട്. 2022 വണ്ടി. ക്യാമറ ചാടുന്നു. അതെ. സിംഗിൾ ഓണർഷിപ്പിൽ 28,000 കിലോമീറ്ററിലോടി കംപ്ലീറ്റ്ലി ഷോറൂം ഹിസ്റ്ററി ഉള്ള വണ്ടി. പുതിയ ചെയിൻ സോക്കറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. നമുക്ക് ഏകദേശം ഒരു 1,75 ഫൈനൽ ചെയ്ത് കൊടുക്കാം. 1,75,000 രൂപയാണ്. അപ്പൊ ഇങ്ങോട്ട് കുറച്ച് വണ്ടികളോട് ഏകദേശം 190 വരെ ഇട്ടിരുന്ന വണ്ടിയാണ്. GST കുറവൊക്കെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അതിൽ ആ ടൈമിൽ കുറച്ചൊരു റേറ്റ് ആണ് 1,75 ആക്കി. അടുത്തത് ഒരു ഫാസിനും ഇരിക്കുന്നുണ്ട്. 2022 വണ്ടിയാണ്. 35,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. 35,000 കിലോമീറ്റർ. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. കണ്ടറിയാം നമുക്ക്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി. എക്സ്ട്രാ ഫിറ്റിംഗ്സും ഉണ്ട്. ഒന്നും ചെയ്യേണ്ടതില്ല. നമുക്ക് 75 രൂപ കൊടുക്കാം. 75 രൂപ. നല്ല ക്ലീൻ പീസ് വണ്ടി ഇരിക്കുന്നുണ്ട്. ഫാസിനും ഇരിക്കുന്നുണ്ട്.
അടുത്തത് പാഷൻ പ്രോ 2019 വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്, ഏകദേശം ഒരു 40 ചില്ലാനും കിലോമീറ്റർ ഓടി വണ്ടി. നമുക്കൊരു 45,000 രൂപ കൊടുത്തത്. 45,000 രൂപ പാഷൻ പ്രോ ഇരിക്കുന്നുണ്ട്. അടുത്ത ഹീറോ സ്പ്ലെൻഡർ പ്ലസ് എക്സ്ടെക് 2023 ആണ്. 2 പീസ് ഇരിപ്പുണ്ട്. 2 കിലോമീറ്റർ വണ്ടിയാണ്. E20 ഫ്യൂൽ എഫിഷ്യൻസി ഉള്ള വണ്ടി. നമുക്ക് നിലവില് 78 രൂപ രണ്ടും കൊടുക്കാം. നമുക്ക് 78 രൂപ. അപ്പൊ ഒരു 15-10 ഡൗൺ പേയ്മെന്റിൽ ഇറക്കി കൊണ്ടുപോകാൻ വേണ്ടി ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അപ്പൊ ഇതാണ് 2023 വണ്ടി തന്നെയാണ്. നോർമൽ i3s നോർമൽ വണ്ടി. നമുക്കൊരു 10 രൂപ കുറച്ചിട്ട് 68 രൂപ കൊടുത്തത്. 68 രൂപ കൊടുക്കാം. ഇതിന് നിലവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിക്കറില്ലായ്മ മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ടായിട്ട്. കാഴ്ചക്ക് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഓർഡർ ചെയ്ത് നാളത്തേക്ക് കിട്ടും. ആ സ്റ്റിക്കറോട് കാണാനായിട്ട് നല്ല വൃത്തിയാവും. 68 രൂപ നമുക്ക് ചെയ്തു. അടുത്തത് CT 110X 2022 വണ്ടി. നമുക്ക് ഇത് വരുമ്പോഴത്തേക്കും 110X ഒരു 58 രൂപ കൊടുക്കാം. അത് CT 125X ആണ്. ഒരു 10-60,000 കിലോമീറ്റർ ഓടിയതാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 2 പുത്തൻ ടയർ തന്നെ വണ്ടി. അത്യാവശ്യം ഓടിയിട്ടുണ്ടാവും. 53,000 രൂപ ഫൈനൽ ചെയ്ത് കൊടുക്കാം. 53,000 രൂപ അത്യാവശ്യം ഓടിയ വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. പക്ഷെ കുഴപ്പമില്ല. അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ ഉള്ള ലോ മെയിൻ്റെനൻസ് ഉള്ള വണ്ടിയാണ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഡെസ്റ്റിനി 2023 ഡിയോ. നമുക്ക് ഡെസ്റ്റിനി ഡിയോ ഉണ്ടോ? ഡെസ്റ്റിനി അപ്പുറത്തിരിപ്പുണ്ട്. കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ. 2023 വണ്ടി നമുക്കൊരു 70,000 രൂപയ്ക്ക് 70,000 രൂപയ്ക്ക് നല്ല ഡിയോ ഇരിക്കും. നല്ല വണ്ടി. DX അല്ലേ? DX. അടുത്ത ഡെസ്റ്റിനി നമുക്ക് 2021 വണ്ടിയാണ്. നമുക്കൊരു 50 രൂപ ചെയ്ത് കൊടുക്കാം. 50,000 രൂപ ഡെസ്റ്റിനി ഇരിക്കുന്നത്. ഇതാണെങ്കിൽ RS 2016 വണ്ടി. BS4 അത്യാവശ്യം ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള വണ്ടിയാണ്. നമുക്കൊരു 60 രൂപ ചെയ്ത് കൊടുക്കാം. 60,000 രൂപ കൊടുക്കാം. ഫിനാൻസ് കയറില്ല. 16 അപ്പോ ഇന്നിപ്പോ ഏകദേശം എത്ര വണ്ടികൾ നമ്മൾ പരിചയപ്പെട്ടു എന്ന് ചോദിച്ചാൽ എത്ര പറയാൻ പറ്റും? ഒരു 10-90 വണ്ടി എടുത്ത് 100ഓളം വണ്ടികൾ ഉണ്ടെന്നോളൂ. ഏകദേശം 100ഓളം വണ്ടികളുണ്ട്. ആ 100 വണ്ടിയിൽ ഇഷ്ടം പോലെ സ്കൂട്ടേഴ്സ് ഉണ്ട്, മൈലേജ് വണ്ടികളുണ്ട്, പിന്നെ ഡ്യൂക്കി സെഗ്മെന്റ് ഉണ്ട്, പിന്നെ സ്കൂട്ടേഴ്സ്, മൈലേജ് വണ്ടി, ബുള്ളറ്റ് ഇരിക്കുന്നുണ്ടല്ലേ? ബുള്ളറ്റ് ഇരിക്കുന്നുണ്ട്. ഇനി ഇല്ലാത്ത വണ്ടികളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. തണ്ടർബേർഡ് നമ്മളിപ്പോ ഒരു ഓഫർ റേറ്റിൽ പറഞ്ഞിട്ടുണ്ട്. 50,000 രൂപ തണ്ടർബേർഡ് ഉണ്ട്. ഏകദേശം ഒരു 80 രൂപ മാർക്കറ്റുള്ള വണ്ടിയാണ്. OLX-ലൊക്കെ നോക്കി അറിയാൻ വേണ്ടി പറ്റും. 80,000 രൂപ മാർക്കറ്റ് റേറ്റ് ഉള്ള വണ്ടി 50,000 രൂപ കൊടുക്കുന്നു. 50,000 രൂപ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഒരു 15,000 രൂപ നമുക്ക് സ്റ്റാർട്ടിംഗ് 15,000 രൂപ ഒരു ആക്സസ് നമുക്ക് കൊടുക്കാൻ വണ്ടിയുണ്ട്. പിന്നെ 2019 റേസ് ഡാർ നമുക്ക് ഏകദേശം ഒരു 35 രൂപ കൊടുക്കാം. 35 രൂപ ഇതൊക്കെ ഓഫറാണ്. നമുക്ക് ഇപ്പൊ ഇറങ്ങിയിട്ട് ജനുവരി ലാസ്റ്റ് വരെ നമുക്ക് ഈ റേറ്റിലേക്ക് ഈ വണ്ടി കൊടുക്കാം. 2026 നമുക്ക് 2023 വണ്ടി 390 നമുക്ക് ഏകദേശം 2.5 രൂപ കൊടുക്കാം. ഇതൊക്കെയാണ് നമുക്ക് നിലവിൽ ഇപ്പൊ കൊടുക്കാൻ പറ്റിയ ഓഫേഴ്സ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഏകദേശം 1-2 മാസം കഴിഞ്ഞോളാം വീഡിയോ എടുത്തിട്ട്. നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ് അത്യാവശ്യം നല്ല എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള പഴയ വണ്ടികൾക്ക് എക്സ്ചേഞ്ച് ബോണസ് എന്ന് പറയാൻ പറ്റും. യെസ്, എക്സ്ചേഞ്ച് ബോണസ്. പുതിയ വണ്ടിക്ക് എടുക്കുന്ന പോലെ പഴയ വണ്ടിക്ക് അത്യാവശ്യം നല്ല റേറ്റിൽ നമ്മൾ എടുക്കുന്നതാണ്. അത്യാവശ്യം റേറ്റ് ഇട്ട് തരുന്നതാണ്. അതിന്റെ ബെസ്റ്റ് ക്വാളിറ്റി അനുസരിച്ചിട്ട് നമുക്ക് മാക്സിമം റേറ്റ് ഇട്ട് തരാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ ഓൾ കേരള ഡെലിവറി നമുക്ക് ഫിനാൻസ് ചെയ്യാം. ഓൾ കേരള ഫിനാൻസും നമുക്ക് പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ വണ്ടി കൊടുക്കാൻ നേരത്തെ സമീപിക്കാം. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണെങ്കിൽ നമ്മൾ നല്ല വില കൊടുക്കും. തീർച്ചയായിട്ടും. ക്വാളിറ്റി കുറഞ്ഞ വണ്ടികളാണെങ്കിൽ നമ്മൾ എടുക്കും. അപ്പൊ അതനുസരിച്ച് വില നമുക്ക് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ മാക്സിമം നല്ല വണ്ടികൾ മാത്രം നമ്മൾ എടുക്കാൻ കാരണം ക്വാളിറ്റി ഇല്ലാത്ത വണ്ടി വരുമ്പോൾ നമ്മൾ ഒരുപാട് റേറ്റ് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ആ വണ്ടി നിങ്ങൾ ഇപ്പൊ ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ അവർ മേടിക്കാൻ വേണ്ടി വരുമ്പോഴാണെങ്കിലും അവർ ആ വണ്ടിയുടെ ക്വാളിറ്റി ഇളന്നിട്ട് തന്നെ നമ്മളത് സംസാരിച്ച് വില കുറയും. ഒരു വണ്ടിക്ക് ക്വാളിറ്റി ഉണ്ടെങ്കിലും അത് പറയും, ക്വാളിറ്റി ഇല്ലെങ്കിലും അത് പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേഷൻ റേറ്റ്. നമുക്ക് വാറന്റി കേസ് വരുന്നുണ്ട്. നമുക്കിപ്പോ 2020 ശേഷമുള്ള എല്ലാ വണ്ടികൾക്കും നമ്മ 2 മാസത്തോളം, അതായത് 30 ദിവസം വരുന്നു, നമ്മ അത് 60 ദിവസത്തോളം ആക്കിയിട്ട് എഞ്ചിൻ വാറന്റി കൊടുക്കും. 20 ശേഷമുള്ള എല്ലാ വണ്ടികൾക്കും നമ്മൾ കൊടുക്കുന്ന വണ്ടികൾക്ക് എല്ലാത്തിനും 60 ദിവസത്തെ എഞ്ചിൻ വാറന്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. ബാക്കി എല്ലാ വണ്ടികൾക്കും 1 വീക്ക് ചെക്ക് ഇൻ വാറന്റി ആയിട്ട് കൊടുക്കുന്നുണ്ട്. എഞ്ചിൻ വാറന്റി 60 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും വള്ളികൾ വന്നു കഴിഞ്ഞാൽ നമ്മളത് എഞ്ചിൻ റിലേറ്റഡ് എന്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ ചെയ്ത് കൊടുക്കും. ഇപ്പൊ ചിലവർ ഈ പറഞ്ഞ വണ്ടി കൊണ്ടുപോയിട്ട് ഇൻഡിക്കേറ്ററിന്റെ ഒരു ബൾബ് പോയി കത്തുന്നില്ല, അത് അങ്ങനെയൊക്കെ പല രീതിക്ക്. ഇപ്പൊ ബ്രേക്ക് ഷൂ തീർന്നു പോയി. ഈ 60 ദിവസം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഏതെങ്കിലും വണ്ടിയുടെ ഒക്കെ ഓട്ടത്തിനനുസരിച്ച് ആ വണ്ടി എന്തോരം ഓടുന്നൊക്കെ പറയാൻ പറ്റില്ല. അതിന്റെ കിലോമീറ്ററിന്റെ യൂസേജ് അനുസരിച്ച് ചിലപ്പോൾ ഈ പറഞ്ഞ ബ്രേക്ക് ഷൂ ചിലപ്പോൾ അങ്ങനെ നമുക്കത് ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ എഞ്ചിനാണല്ലോ നമുക്ക് മെയിൻ ഘടകം. അത് സേഫ് ആണെന്നാണെങ്കിൽ ബാക്കി എന്തായാലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് വിശ്വസിച്ച് വണ്ടി എടുക്കാൻ പറ്റിയ സ്ഥാപനമാണത്. എറണാകുളം ജില്ലയിലാണ് വരുന്ന ലൊക്കേഷൻ. നമ്മുടെ തൃക്കാക്കര അമ്പലത്തിന് തൊട്ടടുത്താണ്. D7 മോട്ടോ ഹബ് എന്നാണ് ഷോപ്പിന്റെ പേര് വരുന്നത്. ഏകദേശം ഒരു എത്ര വർഷം, എത്ര 6-7 മാസം, 1 ഇയർ ആയില്ലേ? 1 ഇയർ ആവുന്നു. ഒരു വർഷമായിട്ട് 3 മാസം കൂടി കഴിഞ്ഞാൽ 1 ഇയർ. 3 മാസം കൂടി കഴിഞ്ഞാൽ 1 ഇയർ ആനിവേഴ്സറി ഉള്ളതാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കൊടുക്കുന്നതായിരിക്കും. ഈ അടുത്തൊരു ഗീവ് അവേ കൊടുത്ത ആൾക്കാരാണ്. ഗീവ് കൊടുത്താണ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ഗീവ് അവേ കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കും. നമുക്ക് ഒരു വർഷം തികയുമ്പോ എന്തെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാം.
അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളൂ. നമ്മുടെ നമ്പർ കൊടുത്തേക്കാം, 2 നമ്പർ ഉണ്ട്. നമുക്ക് രാവിലെ 10 സ്റ്റാഫിന് നോക്കുന്നുണ്ടായിരുന്നു. ഓക്കെ അത് പറയാൻ തൃക്കാക്കര നിയർ ബൈ ആയിട്ടുള്ള അത്യാവശ്യം സെയിൽസിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്നാണെങ്കിൽ നമുക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് CV അയച്ചു തരാം. അല്ലെങ്കിൽ ആ നമ്പറിൽ നമുക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. സെയിൽസിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് അത്യാവശ്യം നല്ല പാക്കേജിൽ ഇൻസെന്റീവ് പ്ലസ് ആയിട്ട് നമ്മ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. മെയിൽ സ്റ്റാഫിനെയും ഫീമെയിൽ സ്റ്റാഫിനെയും റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. സെയിൽസ് പ്ലസ് അക്കൗണ്ട്സ് നോക്കാനായിട്ട്, അതായത് നമുക്ക് 3 വേക്കൻസി ഉണ്ട്. സെയിൽസിലേക്ക് 2 വേക്കൻസി ഉണ്ട്. ഒരു ലേഡി, ഒരു മെയിലും ഒരു ഫീമെയിലും, പിന്നെ അതേപോലെ തന്നെ അക്കൗണ്ട്സിലേക്ക് ഒരു ഫീമെയിൽ. ഇതാണ് വേക്കൻസി ഉള്ളത്. നമുക്ക് നിലവിൽ നമ്മുടെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അക്കൗണ്ട്സിന് BCom ടാലി ഉണ്ടാവണം. നമുക്ക് മിനിമം ഒരു 1 year എക്സ്പീരിയൻസ് ഉണ്ടാവണം. നിയർ ബൈ തൃക്കാക്കര ആയിരിക്കണം. അതായത് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ അടുത്ത് ഉള്ളിലായിരിക്കണം. കാരണം പുറത്തുനിന്നുള്ളവർക്ക് വന്ന് ഇപ്പൊ ഒരുപാട് നമുക്ക് ഡെയിലി ബാക്കിയുള്ള സൂപ്പർ മാർക്കറ്റിലെ പോലും അങ്ങനത്തെ ഉള്ള അക്കൗണ്ട്സ് ഒന്നും ഉണ്ടാവില്ല. മിനിമൽ ആയിട്ടുള്ളതേ ഉള്ളൂ. വണ്ടി പോകുന്നു, അത്രേ ഉള്ളൂ, അതേ ഉള്ളൂ. പിന്നെ സെയിൽസിൽ നമുക്ക് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ മിനിമം ഒരു ബേസിക് ഒരു 1 year എങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരായിരിക്കും. അത്യാവശ്യം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി നല്ലതില്ലെങ്കിൽ നമ്മൾ ഇവിടെ അതിനുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കും. ഇവിടെ ഉള്ള ലോക്കൽ പീപ്പിൾസ് ആയിരിക്കണം. അത്യാവശ്യം നല്ലൊരു സാലറി പാക്കേജ് കൊടുക്കാൻ പറ്റും. കളമശ്ശേരി, എടപ്പള്ളി, കാക്കനാട് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല. അത്യാവശ്യം വന്നു പോകാൻ പറ്റുന്നവരാണെങ്കിൽ ഫുൾ ടൈമേഴ്സിന് മാത്രമേ നോക്കൂ. രാവിലെ 10 to 6, 10 to 8 നമ്മൾ ആ വർക്കിംഗ് അവേഴ്സിനനുസരിച്ച് നമുക്ക് പാക്കേജും സെറ്റ് ചെയ്തു. പാക്കേജ് ഇൻസെന്റീവ് അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ 3 പേർക്ക് ജോലി അവസരം കൊടുക്കുന്നുണ്ട്. അപ്പോ വിളിക്കുന്ന നമ്പറും കാര്യങ്ങളും കൊടുത്തേക്കാം. രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം ഒരു 9 മണി വരെ സെയിൽസിന്റെ കാര്യത്തിന് വിളിക്കാം. പിന്നെ ആള് പറഞ്ഞ പോലെ ആ നമ്പറിലേക്ക് CV അയക്കാം, അല്ലെങ്കിൽ നേരിട്ട് വിളിക്കാം. ഇവിടെ ഇന്റർവ്യൂവിന് വരാം. നമ്മുടെ ചാനലിൽ നിന്ന് കണ്ടിട്ടാന്ന് വന്ന് പറയുകയാണെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് നിങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും. സ്പെഷ്യൽ ആയിട്ട് അവർക്ക് എന്തെങ്കിലും ബോണസും കൊടുക്കാം. എന്തായാലും നമുക്ക് എന്തായാലും ബോണസ് കൊടുക്കാം. യെസ്, അപ്പൊ ഇത്രയും കാര്യം പറയാനുള്ളൂ മിസ്റ്റർ അജാസ്. നമുക്ക് ബൈ പറയാം. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമന്റ് ഇട്ടാൽ മതി. ഇത്രയും വണ്ടികളോട് അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ പറയുന്നു. നമുക്ക് ബൈ കൊടുത്താലോ? ബൈ.